ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ച് അതിന് ശേഷം മെല്ലെയാണ് കേട്ടോ നമ്മൾ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ പാല് ചൂടാക്കി വെച്ചു. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ റൗലി ഉണ്ട്, അവളവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ. പാലൊക്കെ കുടിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഇങ്ങനെ കരയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓണമൊക്കെ എത്താറായല്ലോ. അപ്പോൾ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ്, എല്ലാവരുടെയും ഓണക്കോടിയൊക്കെ എടുത്തു. അപ്പോൾ നമ്മളും ഓണത്തെ വരവേൽക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീടൊക്കെ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവിടെ ഏട്ടൻ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക പൂവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം കണ്ടോ, വീണ്ടും നമ്മൾ ഇന്നാളാണ് നമ്മുടെ ഇവിടുത്തെ ചെടികളെല്ലാം പറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും അതുപോലെ തന്നെ നമ്മുടെ മുക്കുറ്റിയും വേറെ ചെടികളൊക്കെ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നിറയെ കുപ്പിയുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതുപോലെ വീട് ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കണം. അപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഉമ്മറത്തെ ഈ ചെടികൾ അത് എത്ര വലിച്ചാലും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നോക്കി വന്നതിന് ശേഷം നമ്മൾ രാവിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ചോറ് വെച്ചപ്പോൾ കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങനെ വെള്ളമൊഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് തൈരും നമ്മുടെ കാന്താരി മുളകും എന്താ പറയുക ഉപ്പും ചെറിയുള്ളിയൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാടൻ വഴുതനങ്ങ കൊണ്ട് ഒരു ഉപ്പേരി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ഈ ചെടികളൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഉള്ളിൽ മോളൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. ആ സമയം ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ അധികം കുപ്പകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ആവശ്യം അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. രാവിലെ പിന്നെ നമുക്ക് അത് കഴിക്കാൻ നമ്മുടെ തൈരൊക്കെ കൂട്ടി വെച്ചത് ഉള്ളത് കാരണം നമുക്ക് വേറെ കുക്കിംഗ് പരിപാടിയില്ല. അതിന് കഴിക്കാൻ ഉപ്പേരി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ പണികളെല്ലാം കഴിഞ്ഞ് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടു. അപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇന്ന് സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയം ഈ ചെടികളൊക്കെ ഒന്ന് പറിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം പറിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഓരോ റൂം തട്ടിക്കഴിയുന്നതോടൊപ്പം തന്നെ അവിടെ നമ്മളിതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചെടുക്കണമെങ്കിൽ ഒപ്പം നമ്മുടെ പണി കഴിയും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം തട്ടിയെടുത്തിട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകും. തന്നെ ആകുമ്പോൾ പിന്നെ നമുക്ക് എല്ലാം തട്ടിക്കഴിഞ്ഞിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ അവർ ഒരു ഭാഗം തട്ടിക്കഴിഞ്ഞ് അടുത്ത ഭാഗം ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ അടിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ എന്താ പറയുക ക്ലീനിങ് ചെയ്യുന്ന അതുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ആ പൊടിയെല്ലാം എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ആ പൊടിയെല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്താ പറയുക അധികം പൊടികൾ ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് തുമ്മൽ അലർജി പ്രശ്നവും അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിന് വാക്വം ക്ലീനർ കൊണ്ട് എടുക്കുക പറയുമ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ എടുത്തു തരാൻ പറഞ്ഞിട്ട് അവനതൊക്കെ ഒന്ന് എടുക്കുകയാണ്. ഈ സമയം നമ്മുടെ അക്ഷയ തുണി തിരുമ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞായറാഴ്ച ഓരോ ആൾക്കാർക്ക് ഓരോ ജോലിയായിട്ട് നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കുറേ നമ്മുടെ വീട് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വയ്യാത്തത് കൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ഇപ്പം നമുക്ക് കുഴപ്പമില്ലാണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുമ്പോൾ വീട് വൃത്തിയായി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നമ്മുടെ ഹാളും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി അതുപോലെ തന്നെ അതിന് ശേഷം എല്ലാവരുടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വാക്വം ക്ലീനർ കൊണ്ട് നമ്മൾ വൃത്തിയാക്കുമ്പോൾ തന്നെ നല്ലപോലെ പൊടി പോകുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് അടിക്കുമ്പോഴാണ് ഒന്നുകൂടെ തൃപ്തിയാകുക പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാവരുടെയും അടിക്കലും വൃത്തിയാക്കലും ക്ലീൻ ചെയ്യലും എല്ലാം കഴിഞ്ഞു കേട്ടോ. റൂമുകൾ എല്ലാവരുടെയും മുകളൊക്കെ ഇതുപോലെ തട്ടി താഴൊക്കെ തട്ടി വാറാതിയുള്ളതെല്ലാം തട്ടിയെടുത്ത് ക്ലീൻ ചെയ്ത് വാക്വം ക്ലീനർ കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതുപോലെ തന്നെ
പറിക്കാൻ പറ്റുന്ന കുപ്പകളെല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കാണിച്ചിട്ടുള്ള നമ്മുടെ കുപ്പിയില്ലേ ചെടികൾ, അത് വളരെ ചെറിയ ചെടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് പറിക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് കക്കോട്ടും കൊണ്ട് ചെത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഏട്ടനോട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യാണ്ട് ബാക്കിയുള്ള കുപ്പ ഉള്ളതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉമ്മറൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അത് അടുക്കളയും നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റതും നമ്മുടെ തട്ടിയടിക്കൽ അങ്ങനെയുള്ള ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെയാണ് എനിക്ക് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് മടിയാണ്. അപ്പോൾ രാവിലെ ആകുമ്പോൾ എനിക്ക് ഉഷാറോടെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് കൂടുതലും നമ്മുടെ ക്ലീനിങ് പരിപാടി നമ്മൾ രാവിലെ ആക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ അവരെല്ലാവരും പോയതിന് ശേഷം അങ്ങനെയുള്ള കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ നമ്മളെല്ലാവരും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. കുട്ടികൾക്കും അതെങ്ങനെ എന്താണെന്നൊക്കെ മനസ്സിലാവുമല്ലോ. അതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനാട്ടോ. ഇപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പഴങ്കഞ്ഞിയാണ് രാവിലെ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ കറികളും കാര്യങ്ങളൊന്നും നമ്മൾ വെച്ചിട്ടില്ല. അത് തന്നെയാണ് കേട്ടോ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഈ പഴങ്കഞ്ഞി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കുക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് ശേഷം വന്നിട്ട് ഞാൻ കുറച്ച് വലിയുള്ളി ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഉച്ചക്കലേക്കുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യാനും കുറച്ച് ടൈമായി കേട്ടോ. ഞാൻ വലിയുള്ളി ഉണ്ടാകുമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ വലിയുള്ളി ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം പിന്നെ ഏട്ടന് പുറത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി. പിന്നെ നമ്മൾ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് നമ്മുടെ വലിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് അത് വഴണ്ടി വന്ന ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1.5 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് പച്ചമണം മാറി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ വഴണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം എന്താ പറയുക ഉടഞ്ഞ് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നായിട്ടല്ല, ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ആവി കയറി വരണം കേട്ടോ. അപ്പം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായി തന്നെ നമ്മുടെ ചിക്കൻ ചൂടായി വരട്ടെ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കനിന് നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നല്ലപോലെ നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വെള്ളമൊന്നും വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വേണം നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ചിക്കൻ നന്നായി തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് അതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം നമ്മുടെ ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെള്ളം ഒഴിക്കാണ്ട് നമ്മുടെ എണ്ണയിലും നമ്മുടെ ചിക്കൻ്റെ വെള്ളത്തിലും വേവുമ്പോൾ നമ്മുടെ ചിക്കന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3/4 വേവ് നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് വരട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ ചുക്കയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലപോലെ എത്രത്തോളം വരട്ടി എടുക്കണോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ചുക്കയ്ക്ക്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ
ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല. നമ്മൾ എണ്ണയിൽ മസാല വഴറ്റണം എന്നുള്ള യാതൊരു ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായി തന്നെ കൂട്ടി വെച്ച് കൊടുത്ത് നമ്മളത് വേവാൻ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വരണ്ട് വരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അടുപ്പിൽ നമ്മുടെ പാലക്കാടൻ ബിരിയാണി വെക്കുകയാണ്. അപ്പോൾ അത് അവിടെ ഉള്ളിയൊക്കെ വഴറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ വാങ്ങിയിട്ട് വരാൻ നേരമായതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കിങ് ഇന്ന് കുറച്ച് വൈകിട്ടാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ ഇടയ്ക്കതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വരട്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഒരുപാട് വരട്ടി എടുക്കുന്നില്ല. ഇങ്ങനെ ഇതുപോലെ ഒരു കുഴഞ്ഞ ടൈപ്പിലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ എടുക്കുന്നത്. നല്ലപോലെ വരട്ടി എടുക്കണമെങ്കിൽ ആവശ്യത്തിലധികം കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്ത കാരണം കൊണ്ട് തന്നെ കുരുമുളക് പൊടി കുറച്ചാണ് ചേർത്തത്. കുരുമുളക് പൊടി ആവശ്യത്തിൽ ചേർത്തിട്ട് മുളക് പൊടി ഒരു പൊട്ട് ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ഇതുകൂടെ ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർത്ത് കൊടുത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അടുപ്പിൽ നമ്മുടെ ബിരിയാണി ദം ചെയ്യാൻ കൂടെ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം തന്നെ എല്ലാവരെയും ഒന്ന് തുടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ വേഗം ഇതുകൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓണം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീടൊക്കെ നമ്മൾ അടിച്ച് വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓണത്തിന് ഒരുക്കങ്ങൾ ആദ്യം തന്നെ നമ്മൾ എല്ലാവരുടെയും തട്ടിയടിച്ച് വൃത്തിയാക്കണം കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർലാസ്, നമ്മുടെ ചിക്കൻ ചുക്ക, പിന്നെ നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ തേൻ നെല്ലിക്കയാണ് കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നാണ്. നല്ല ടേസ്റ്റുണ്ട് കേട്ടോ തേൻ നെല്ലിക്ക കഴിക്കാൻ വേണ്ടി. പക്ഷെ ഭയങ്കര മധുരം, അതൊരു ഓവർ മധുരമായി കേട്ടോ. പിന്നെ അതിന് ശേഷം അശ്വിനും ഏട്ടനും ഭക്ഷണം കഴിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളും നമ്മുടെ റെസിപ്പികളും. അപ്പോൾ നമ്മുടെ ഒരുക്കങ്ങളും റെസിപ്പികളും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.